കാട്ടുമൃഗങ്ങളുടെയും പേപ്പട്ടികളുടെയും വംശനാശം തടയാൻ പരക്കം പായുന്ന ഭരണവർഗം ഈ വിശേഷപ്പെട്ട മനുഷ്യരുടെ വംശനാശം തടയുന്ന കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയും നിസ്സംഗതയുമാണ് പുലർത്തിയിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ യാദൃശ്ചികമാകാം, അതിന് തൊട്ടടുത്തായി മോശയുടെ കല്ലറയുമുണ്ട്. ഓം ശാന്തി. അങ്ങനെ ഞാൻ കാശ്മീരിലെത്തി. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് എന്ന് കവികളും കലാകാരന്മാരും പാടിപ്പുകഴ്ത്തിയ കാശ്മീർ. ഈ പറയുന്നതൊക്കെ കശ്മീരിന്റെ കാഴ്ചപ്പുറത്തുള്ള വിശേഷണങ്ങൾ മാത്രമാണ്. ഇതിനൊക്കെ അപ്പുറം കാശ്മീരിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. മിത്തുകളും യാഥാർത്ഥ്യങ്ങളും പരസ്പരം കൂടിക്കുഴഞ്ഞ കഥകളുടെ പശ്ചാത്തലമാണ് കാശ്മീരിനുള്ളത്. സരസ്വതി എന്ന് വിളിക്കുന്ന ഒരു നദിയെക്കുറിച്ച് നമ്മുടെ പുരാണങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. ഈ നദി കിഴക്കൻ പഞ്ചാബിലൂടെയും രാജസ്ഥാനിലൂടെയും സിന്ധിലൂടെയുമെല്ലാം ഒഴുകിയിരുന്നതായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അങ്ങനെ ഒരു നദിയില്ല. ആ നദി എങ്ങനെയാണ് വറ്റിവരണ്ടു പോയതെന്ന് ആർക്കുമറിയില്ല. സരസ്വതി നദിയുടെ തീരത്ത് ജീവിച്ചിരുന്ന ആര്യന്മാരായ ഒരു കൂട്ടം ബ്രാഹ്മണർ ഈ നദി വറ്റിവരണ്ടതോടെ കാശ്മീരിലേക്ക് കുടിയേറി പാർത്തെന്ന് പറയപ്പെടുന്നു. 40,000 വർഷത്തെ ചരിത്രമാണ് കാശ്മീരിലെത്തിയ ഈ ബ്രാഹ്മണ സമൂഹത്തിനുള്ളത്. കാശ്മീരിലെത്തിയ അവർ പിന്നീട് കാശ്മീരി പണ്ഡിറ്റുകൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ശക്തിപൂജയിലും തന്ത്രപൂജയിലും അധിഷ്ഠിതമായ ശൈവമതമാണ് ഇവിടെ നിലവിലുള്ളത്. തന്ത്രവിദ്യകളിൽ കാശ്മീരി തന്ത്രത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. കാശ്മീരിന്റെ ചരിത്രം എന്ന് പറയുന്നത് കാശ്മീരി പണ്ഡിറ്റുകളുടെ ചരിത്രം കൂടിയാണ്. ഒരു കാലത്ത് കാശ്മീർ ആയിരുന്നു ആത്മീയതയുടെയും ഭൗതികതയുടേതുമായ എല്ലാ തലങ്ങളിലും ഈ ലോകത്തിന്റെ ആകെ വഴികാട്ടി. ലോകത്തിലെ പുരാതന സംസ്കാരങ്ങളായ ഗ്രീസിനും ഈജിപ്തിനും ബാബിലോണിനുമെല്ലാം കാശ്മീരുമായി ബന്ധമുണ്ടായിരുന്നു. കാശ്മീരി പണ്ഡിറ്റുകളിൽ നിന്നും ധാരാളം അറിവുകൾ കടം കൊണ്ട സംസ്കാരങ്ങളാണ് ഇവയൊക്കെ. എന്നാൽ കാശ്മീരി ബ്രാഹ്മണരുടെ ലോകാധിപത്യത്തെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ബുദ്ധമതത്തിന്റെ സ്വാധീനം ലോകമെങ്ങും വ്യാപിച്ചത്. അശോകന്റെയും കനിഷ്കന്റെയും കാലത്താണ് അത് സംഭവിച്ചത്. കനിഷ്കന്റെ കാലത്ത് കശ്മീരിലെ കനിഷ്കപൂരിൽ നടന്ന മഹാബുദ്ധമത സമ്മേളനത്തിൽ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും 500ഓളം ബുദ്ധമത സന്യാസിമാർ പങ്കെടുത്തതായി പറയുന്നു. അശ്വഘോഷനും വസുമിത്രനുമായിരുന്നു ആ സമ്മേളനത്തെ നയിച്ചത്. ബുദ്ധമത പണ്ഡിതനായിരുന്ന നാഗാർജുനൻ ജീവിച്ചിരുന്നത് കാശ്മീരിലാണ്. ബുദ്ധമതത്തിന്റെ അധീശത്വത്തിന്റെ കാലങ്ങളിൽ പോലും കാശ്മീരി പണ്ഡിറ്റുകളും അവരുടെ ശൈവ സംസ്കാരവും താന്ത്രിക സംസ്കാരവുമെല്ലാം യാതൊരു പോറലുകളുമേൽക്കാതെ കാശ്മീരിൽ തലയുയർത്തിപ്പിടിച്ചു തന്നെ നിലനിന്നു. എന്നാൽ പിൽക്കാലത്ത് തുർക്കി, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വന്ന അധിനിവേശക്കാരും അക്രമികളും മതഭ്രാന്തന്മാരുമായ മുസ്ലിം ഭരണകർത്താക്കളുടെ കീഴിൽ കാശ്മീരി പണ്ഡിറ്റുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കൊടും ക്രൂരതകൾ ഇന്ത്യയിലെ മറ്റൊരു ജനവിഭാഗത്തിനും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. മതഭ്രാന്തന്മാരായ മുസ്ലിം ഭരണകർത്താക്കളുടെ പീഡനങ്ങൾ പല തലമുറകളായി ഏറ്റുവാങ്ങിയ ഈ ജനസമൂഹം ഇന്ന് പാകിസ്ഥാൻ തീവ്രവാദികളുടെ വേട്ടമൃഗങ്ങളായി മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ സ്വതന്ത്ര ഭാരതത്തിൽ ജീവിക്കുകയാണ്. ഹിന്ദുക്കൾ മഹാഭൂരിപക്ഷമായിരുന്ന കാശ്മീരിൽ നിർബന്ധിത മതപരിവർത്തനത്തിലൂടെ 90% ജനങ്ങളും ഇസ്ലാമായി മാറിക്കഴിഞ്ഞു. ഇത് 1-2 വർഷങ്ങൾ കൊണ്ട് പെട്ടെന്നങ്ങു സംഭവിച്ചതല്ല. 100 കണക്കിന് വർഷങ്ങളുടെ ചരിത്രം ഇതിനു പിന്നിലുണ്ട്. അപ്പോഴും എതിർത്തു നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ബ്രാഹ്മണ സമൂഹത്തിന് മാത്രമാണ്. 1947 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ 10% ഉണ്ടായിരുന്ന ഈ ജനസമൂഹം 1985 ആയതോടെ 5% കുറഞ്ഞു. ഇന്നാകട്ടെ ഇവർ കേവലം 1% മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു എന്ന കാര്യം ഓർക്കേണ്ടതാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിന് സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണകർത്താക്കൾ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. കാട്ടുമൃഗങ്ങളുടെയും പേപ്പട്ടികളുടെയും വംശനാശം തടയാൻ പരക്കം പായുന്ന ഭരണവർഗം ഈ വിശേഷപ്പെട്ട മനുഷ്യരുടെ വംശനാശം തടയുന്ന കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയും നിസ്സംഗതയുമാണ് പുലർത്തിയിട്ടുള്ളത് എന്ന് പറയേണ്ടി വരുന്നു.
കാശ്മീരിൽ എന്നെ ആകർഷിച്ച മറ്റൊരു സുപ്രധാന ചരിത്ര വസ്തുത യേശുവിന്റെ ശവകുടീരമാണ്. ശ്രീനഗറിനടുത്തായി ഈ കല്ലറ നിലകൊള്ളുന്നു. ഒരുപക്ഷെ യാദൃശികമാകാം, അതിന് തൊട്ടടുത്തായി മോശയുടെ കല്ലറയുമുണ്ട്. രണ്ടുപേരും ഇന്ത്യയിൽ വന്നിരുന്നു. ജൂതന്മാരുടെ നഷ്ടപ്പെട്ട ഗോത്രങ്ങളെ തേടിയാണ് മോശ വാർദ്ധക്യകാലത്ത് ഇന്ത്യയിൽ വന്നത്. അദ്ദേഹം കാശ്മീരിൽ വന്നു താമസിച്ചു. ജെറുസലേമിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത വിധം അദ്ദേഹത്തിന് പ്രായം ചെന്നിരുന്നു. അതിനാൽ മോശ ഇവിടെ താമസമാക്കി, ഇവിടെ തന്നെ മരിക്കുകയും ചെയ്തു. യേശു ഇവിടെ ദീർഘകാലം താമസിച്ചിരുന്നു. അദ്ദേഹം 112 വയസ്സിലാണ് മരണപ്പെടുന്നത്. ഇതെല്ലാം ഈ കല്ലറകൾ എഴുതി വച്ചിട്ടുണ്ട്. കാശ്മീരിൽ ജൂതന്മാരുടെ ശവക്കല്ലറകൾ ഇത് രണ്ടും മാത്രമാണുള്ളത്. കാരണം ഈ ശവക്കല്ലറകളിലെ എഴുത്ത് ഹീബ്രുവിലാണ്. ഇന്ത്യയിൽ ഹീബ്രു അറിയുന്നവർ വേറെ ആരുമില്ല. എന്നാൽ മുസൽമാന്മാരുടെ ശവക്കല്ലറകൾ മെക്കയിലേക്ക് തിരിഞ്ഞിരിക്കണം എന്നുണ്ട്. ഈ 2 ശവക്കല്ലറകൾ മാത്രമാണ് അങ്ങനെയല്ലാത്തത്. പിന്നീട് ഇവിടെ താമസമാക്കിയ മറ്റെല്ലാ ജൂതന്മാരും മുസൽമാന്മാരാക്കപ്പെട്ടു. ഇന്ത്യയിലെ ഇസ്ലാമിക ഭരണം നിർബന്ധപൂർവം ജൂതന്മാരെയെല്ലാം മുസൽമാന്മാരാക്കി. ഒരു ജൂത കുടുംബത്തെ മാത്രം ഈ 2 ശവക്കല്ലറകളുടെയും പരിപാലനത്തിനായി അവിടെ നിലനിർത്തിയിരുന്നു. കാരണം ഇസ്ലാമിൽ യേശുവും മോശയും അവരുടെ നബിമാരാണ്. ഈ പ്രദേശത്തിനടുത്തായി ഒരു ഗ്രാമമുണ്ട്. പഹൽഗാം എന്നാണ് ഈ ഗ്രാമത്തിന്റെ പേര്. കാശ്മീരിൽ പഹൽഗാം എന്ന് പറഞ്ഞാൽ ഇടയ ഗ്രാമം എന്നാണ് അർത്ഥമാക്കുന്നത്. ക്രിസ്തു സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ഇടയൻ എന്നായിരുന്നു. മനുഷ്യരെ ആട്ടിൻപറ്റമെന്നും വിശേഷിപ്പിച്ചിരുന്നു. അതിനാൽ പഹൽഗാം എന്ന വാക്ക് യേശുവുമായി ബന്ധിപ്പിക്കുമ്പോൾ വിശേഷമായ ഒരർത്ഥം അതിനു കൈവരുന്നുണ്ട്. ഇടയന്റെ ഗ്രാമമാണ് പഹൽഗാം. പഹൽഗാമിനടുത്തായിട്ടാണ് ഈ 2 ശവക്കല്ലറകളും കാണപ്പെടുന്നത്. അതിവിശേഷമായ ഈ കാഴ്ചകളോടെ എന്റെ കാശ്മീർ സന്ദർശനം ഇവിടെ അവസാനിക്കുകയാണ്. എന്റെ അടുത്ത യാത്രാലക്ഷ്യം ഇനിയും കൂടുതൽ ഉയരത്തിലേക്കാണ്. ലോകത്തിന്റെ നെറുകയിലേക്കുള്ള ആ യാത്രാവിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. അടുത്ത ശനിയാഴ്ച ഇതേ സമയം. Thank you for watching. Stay tuned for the next episode. Goodbye.